Definition. Let f from a to b be a function and let h be a subset of a. The image of h under f is set f of h such that h element of h and is denoted by f of h. So a യിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ആൻഡ് എയുടെ ഒരു സബ്സെറ്റ് എച്ച്. ദെൻ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എയിലെ ഓരോ എച്ചിലെ ഓരോ എലമെൻസിൻ്റെയും എഫ് ഇമേജുകൾ അതിൻ്റെ കളക്ഷൻ, ദാറ്റ് ഈസ് എഫ് ഓഫ് എച്ച്. സെറ്റ് എഫ് ഓഫ് എച്ച് സച്ച് ദാറ്റ് എച്ച് എലമെൻറ്റ് ഓഫ് എച്ച്, എച്ചിലെ എലമെൻസുകളുടെ എഫ് ഇമേജ്, അതാണ് എഫ് ഓഫ് എച്ച്. നെക്സ്റ്റ് ലെമ്മ. Let G and G dash be groups and let phi from G to G dash be a one-to-one function such that phi of xy equal to phi of x into phi of y for all xy element of G. Then phi of G is a subgroup of G dash and phi provides an isomorphism of G with the phi of G. So രണ്ട് ഗ്രൂപ്പുകളാണ് ജിയും ജി ഡാഷും. phi be a function from G into G. That function is 1-to-1 and also phi of xy equal to phi of x into phi of y. ഈ പ്രോപ്പർട്ടി ഓഫ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-1 ഫംഗ്ഷനാണ്. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് phi. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് phi of g is a subgroup of g dash. phi of g g ഡാഷിൻ്റെ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് phi provides an isomorphism of g with phi of g. ജിയിൽ നിന്ന് phi of ജിയിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ 1-1 ഓൺ ടു ഹോമോമോർഫിസം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് phi of g സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യാം. ജി ഡാഷ് ഒരു ഗ്രൂപ്പാണ്. സോ അതിൻ്റെ സബ് ഗ്രൂപ്പാണ് phi of g എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ phi of g ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് phi of ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ തേർഡ് പോയിൻറ്റ് phi of ജിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു ഇൻവേഴ്സ് phi of ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് phi of g സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ phi of g ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. സോ phi of ജിയിലെ ആർബിട്രേറ്റർ രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നു. ലെറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് എലമെൻറ്റ് ഓഫ് phi of g. ദെൻ എക്സ് ഡാഷ് വൈ ഡാഷ് ഇത് രണ്ട് phi of ജിയിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ അത് ഏതെങ്കിലും ജിയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഫൈ ഇമേജ് ആയിരിക്കും. സോ നമുക്ക് ആ എലമെൻറ്റ്സിനെ എക്സ് വൈ എന്ന് എടുക്കാം. സോ എക്സിൻ്റെയും വൈയുടെയും ഫൈ ഇമേജ് ആണ് ഈ എക്സ് ഡാഷ് വൈ ഡാഷ്. ഓക്കെ, സോ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് കൊടുക്കാം. ഫൈ ഓഫ് വൈ ഈക്വൽ ടു വൈ ഡാഷ്. സോ നമുക്ക് ഫൈ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ ആണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആണ്, ഫൈ ഓഫ് വൈ എന്ന് പറയുന്നത് വൈ ഡാഷ് ആണ്. എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ്. സോ എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ്, എക്സ് ഡാഷും വൈ ഡാഷും ഫൈ ഓഫ് ജിയിലെ എലമെൻറ്റ്സ് ആണ്. ദെൻ ഇവിടെ നമുക്ക് എക്സ് വൈ എന്ന എലമെൻറ്റിൻ്റെ ഫൈ ഇമേജ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്. സോ ഇതും ഫൈ ഓഫ് ജിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഫൈ ഓഫ് ജിയിലെ രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ അതും ഫൈ ഓഫ് ജിയിലെ തന്നെ എലമെൻ്റ് ആണെന്ന് കിട്ടി. സോ ഫൈ ഓഫ് ജി ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ ഓഫ് ജി ഡാഷ്. ദെൻ സെക്കൻഡ് വൺ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫൈ ഓഫ് ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് ഇ ഡാഷ് വിത്ത് ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ്. ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ഡാഷ് എന്നെടുത്താൽ ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഫൈ ഓഫ് ജിയിലുണ്ട് ഇ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇ ഡാഷ് ജിയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഫൈ ഇമേജ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് വി നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഫസ്റ്റ്. ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് വി, അതായത് ജിയിലെ എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഫൈ ഇമേജ് ഫൈ ഓഫ് വി. സോ ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് വി ഈക്വൽ ടു നമുക്ക് ഇ ഡാഷ് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി ആണ്. സോ ഐഡൻറ്റിറ്റി ഇൻറ്റു വൺ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എലമെൻറ്റ്. സോ ഫൈ ഓഫ് ഇ തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് പറയുന്ന ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഈ ഇയോട് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഈ തന്നെ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ തീർത്തി സ്റ്റേറ്റ്മെൻറ്റ് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ. സോ ദിസ് വൺ ഈസ് ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ. സോ നമുക്ക് എന്താ കിട്ടിയത്? ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് കിട്ടി. ഇനി ഈ എലമെൻറ്റ്സ് എല്ലാം എവിടുത്തെ എലമെൻറ്റാണ്? ജി ഡാഷിലെ എലമെൻ്റാണ്. ജി ഡാഷ് ഒരു ഗ്രൂപ്പാണ്. സോ അവിടെ ക്യാൻസലേഷൻ ലോ, ഗ്രൂപ്പിൽ ലെഫ്റ്റും റൈറ്റും ക്യാൻസലേഷൻ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ റൈറ്റ് ക്യാൻസലേഷൻ ലോ യൂസ് ചെയ്താൽ ഫൈ ഓഫ് ഇയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പി ഡാഷ് എന്ത് കിട്ടും? ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് കിട്ടി. സോ നമ്മുടെ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻ്റായ ഇ ഡാഷ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ജിയിലെ ഒരു എലമെൻറ്റിൻ്റെ ഫൈ ഇമേജ് ആണ്. സോ ജിയിലെ ഒരു എലമെൻറ്റിൻ്റെ ഫൈ ഇമേജ് ആണെങ്കിൽ അത് എവിടെയുണ്ട്? ഫൈ ഓഫ് ജിയിലുണ്ട്. സോ ഇ ഡാഷ് എലമെൻറ്റ് ഫൈ ഓഫ് ജി. സോ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫൈ ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി.
നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ഡാഷ് ഫൈ ഓഫ് ജിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു ഇൻവേഴ്സും ഫൈ ഓഫ് ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ ഫൈ ഓഫ് ജിയിലെ ആർബിട്രറി ആയിട്ടൊരു എലമെൻ്റ് എടുത്തു എക്സ് ഡാഷ് എലമെൻ്റ് ഓഫ് ഫൈ ഓഫ് ജി. ഇത് ഫൈ ഓഫ് ജിയിലെ എലമെൻ്റ് ആണെങ്കിൽ എക്സ് ഡാഷ് ജിയിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ഫൈ ഇമേജ് ആയിരിക്കും. സോ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു സം ഫൈ ഓഫ് എക്സ് എന്ന് എഴുതാം. നൗ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇ ഡാഷിന് സ്റ്റാർട്ട് ചെയ്യാം. ഇ ഡാഷ് നമ്മൾ ഫൈ ഓഫ് ഇ ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. ജിയിലെ ഐഡൻറ്റിറ്റിയുടെ ഫൈ ഇമേജ് ആണ് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. സോ എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതാം. എക്സും അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടും. ദെൻ നമ്മുടെ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ഡാഷ്. സോ എക്സ് ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ എക്സ് ഡാഷ് നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ഇ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. സോ എക്സ് ഡാഷിൻ്റെ കൂടെ ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. എന്താ അതിൻ്റെ മീനിങ്? എക്സ് ഡാഷിൻ്റെ ഇൻവേഴ്സ് ആണ് ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. എക്സ് ഡാഷ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദിസ് നൊട്ടേഷൻ എക്സ് ഡാഷ് ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. ഇനി ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഡാഷ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ജിയിലെ എലമെൻ്റ് ആണ്. സോ ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫൈ ഓഫ് ജിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഡാഷിൻ്റെ ഇൻവേഴ്സ് ഫൈ ഓഫ് ജിയിലുണ്ട്. സോ ഫൈ ഓഫ് ജിയിലെ ഒരു എലമെൻറ്റ് എക്സ് ഡാഷ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സും ഫൈ ഓഫ് ജിയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. സോ ക്ലോസ്ഡ് ആണ് ഫൈ ഓഫ് ജി. ദെൻ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫൈ ഓഫ് ജിയിലുണ്ട്. എഗെയിൻ ഫൈ ഓഫ് ജിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഫൈ ഓഫ് ജിയിലുണ്ട്. സോ ഫൈ ഓഫ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ്. നെക്സ്റ്റ് നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? ഫൈ ഇസ് ആൻ ഐസോമോർഫിസം ഓഫ് ജി ഇൻറ്റു ഫൈ ഓഫ് ജി. ജിയിൽ നിന്ന് ഫൈ ഓഫ് ജിയിലേക്കുള്ള ഐസോമോർഫിസമാണ് ഫൈ എന്ന് പ്രൂവ് ചെയ്യണം. ഐസോമോർഫിസം എന്ന് പറയുമ്പോൾ 1:1 1:1 ഓൺ ടു ഹോമോമോർഫിസം പ്രോപ്പർട്ടി. സോ ഫൈ പ്രൊവൈഡ്സ് എ 1:1 മാപ്പ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ ദാറ്റ്സ് ഓൾസോ ഗിവൺ ഇൻ അവർ സ്റ്റേറ്റ്മെൻറ്റ്. നൗ ഓൺ ടു മാത്രമേ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ഇത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ്? ജിയിൽ നിന്ന് ഫൈ ഓഫ് ജിയിലേക്കുള്ള ഫംഗ്ഷനാണ്. ഫൈ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജിയിലെ എലമെൻറ്റ്സിൻ്റെ ഫൈ ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏത് എലമെൻറ്റ് ഫൈ ഓഫ് ജിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു. സോ ഫൈ എന്ന് പറയുന്ന ഒരു 1:1 ഓൺ ടു ഫംഗ്ഷൻ ആൻഡ് ഓൾസോ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ. സോ ദിസ് ആൻ ഐസോമോർഫിസം. ഓക്കെ.